100 സീറ്റ് പിടിച്ചാൽ ഞാൻ രാജിവെക്കും എന്ന് പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സ്വയം പുറത്തു പോയിരിക്കുന്നു. സതീശന് ആശ്വാസമായി. അതുകൊണ്ട് സതീശ, ഇനിയും അങ്ങ് 100 സീറ്റ് പിടിക്കേണ്ട. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്തോ കൂടോത്രം ചെയ്യാനറിയാം എന്ന് തോന്നുന്നു. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വിക്കറ്റ് തെറിപ്പിച്ചു. അങ്ങനെ വി ഡി സതീശൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. നടേശൻ കോടതി തന്നെ പുറത്താക്കി. കോടതിയിലിരിക്കുന്ന ജഡ്ജി സതീശൻ്റെ ബന്ധുവല്ലതുമാണോ എന്ന് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. വെള്ളാപ്പള്ളിയും കിങ്കരന്മാരും ജഡ്ജിയുടെ സംബന്ധ ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുമൊക്കെ തിരക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ വച്ചിരിക്കുന്നു. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥാന ത്യാഗത്തിലൂടെ നടേശൻ പറയുന്നത് രക്ഷപ്പെട്ടത് സതീശനാണ് എന്നാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അയോഗ്യനായി പുറത്തു പോയിട്ടും ഇപ്പോഴും അംഗീകരിക്കാൻ വൈമനസ്യമുള്ള ചില എല്ലിൻ കഷ്ണങ്ങൾ നക്കിത്തിന്നുന്ന കൂപമണ്ഡൂകങ്ങൾ ഉണ്ട് എന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ എച്ചിൽ പാത്രത്തിൽ വരുന്ന എല്ലിൻ കഷ്ണങ്ങൾ നക്കുന്നതിൽ അവർക്ക് ഇപ്പോഴും സന്തോഷം ഇങ്ങനെ അലയടിക്കുകയാണ്. SNDP യോഗമോ ശ്രീനാരായണ പ്രസ്ഥാനമോ അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ഗുരു ഇന്നത്തെ വെള്ളാപ്പള്ളി ശിഷ്യഗണങ്ങൾക്ക് ശത്രുപാളയത്തിലാണ് നിൽക്കുന്നത്. അവർ മഞ്ഞ കൊടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം, ഗുരുവിൻ്റെ ഫോട്ടോ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നടേശൻ പണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ SNDP യോഗത്തിൻ്റെ പിരിവിന് ചെന്നപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണെന്നറിയുമോ? ചെന്നവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന്. അവർ പറഞ്ഞു, SNDP യോഗത്തിൻ്റെ ശാഖാ ഓഫീസ് കെട്ടുന്നതിനോട് ഫണ്ട് പിരിക്കാനാണ്. അപ്പം പുള്ളി അടുത്ത ചോദ്യം, ഈ SNDP എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. അന്ന് അവിടെ ചെന്ന പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് പറയുന്നത്? സോഡ നാരങ്ങാ വെള്ളം ദാഹത്തിന് പറ്റിയത് എന്ന് എളുപ്പം പറഞ്ഞുകൂടെ? ആ വെള്ളാപ്പള്ളി നടേശനെ 30 വർഷക്കാലം എന്നിട്ടും ഈ പ്രതികരണശേഷിയില്ലാത്ത സമുദായം ചുമന്നു. ഇപ്പോൾ സഹികെട്ട് കോടതി തന്നെ പുറത്താക്കിയത് എന്തിനാണ്? വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കൊടുക്കാത്തതിന്. എന്തുകൊണ്ടാണ് ഈ വരവ് ചെലവ് കണക്കുകൾ കൊടുക്കാത്തത് എന്ന് ഈ മന്ദബുദ്ധികളായ ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. കോളേജിലെയും സ്കൂളുകളിലെയും അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് കോടികളാണ് കോഴ വാങ്ങുന്നത്. ഈ കോഴ വാങ്ങുക എന്ന് ഞാൻ പറയുമ്പോൾ അത് സംഭാവന രസീത് പോലും കൊടുക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം സംഭാവന രസീതായി പൈപ്പറ്റിയാൽ അത് കണക്കിൽപ്പെടും. അത് കണക്കിൽപ്പെടാതിരിക്കാനാണ് അശോകൻ എന്ന നടേശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് പതിവ്. അങ്ങനെയാണ് 50 ലക്ഷവും 80 ലക്ഷവും വരെ മേടിച്ചു കൂട്ടുന്നത്. ഇത്തരത്തിലുള്ള കള്ളം നടത്തുന്ന ആൾക്ക് എങ്ങനെ കണക്ക് കൊടുക്കാൻ കഴിയും? കോടതിയിലിരിക്കുന്ന മണ്ടന്മാരായ ജഡ്ജിമാർ അത് മനസ്സിലാക്കണ്ടേ? നടേശൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഈ ജഡ്ജിമാർക്ക് കഴിയാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് നടേശനെ അയോഗ്യനാക്കിയത് എന്ന് ആരെങ്കിലും ഫലിതരൂപേണ പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. നടേശന് കണക്കിൽപ്പെടുത്താൻ ഒക്കുമോ? കോളേജ് അധ്യാപക നിയമനത്തിന് മേടിക്കുന്നത് 70 ലക്ഷവും 80 ലക്ഷവുമാണ്. ഈ 70 ലക്ഷവും 80 ലക്ഷവും മേടിച്ചാൽ 10 രൂപയുടെ സംഭാവന രസീത് പോലും നൽകുന്നില്ല. എന്നാൽ NSSകാരും വാങ്ങുന്നുണ്ട്. അവർ മേടിക്കുന്ന 1 ലക്ഷം രൂപ യൂണിയനാണ്, പക്ഷെ അത് രസീത് കൊടുക്കും. അത് കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ പെരുന്നയിലെ ധനലക്ഷ്മി ബാങ്കിൻ്റെ അക്കൗണ്ടിൽ സംഭാവന ഇനത്തിൽ ഉദ്യോഗാർത്ഥി അടച്ച് രസീത് വാങ്ങുമ്പോൾ അവർ പോസ്റ്റിംഗ് കൊടുത്തു. പക്ഷേ ഇവിടെ 80 ലക്ഷം രൂപ നടേശൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ 1 രൂപയുടെ രസീത് പോലും ഈ ഉദ്യോഗാർത്ഥിക്ക് കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള നടേശൻ എങ്ങനെ കണക്ക് കൊടുക്കും എന്ന് കോടതി ദയവായി ചിന്തിക്കണമെന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്,
കട്ടവൻ ആരായാലും അവനെ പ്രകീർത്തിക്കുന്നത് മോശമാണ് എന്ന് മാത്രമാണ്.